പ്രൈസ് ദി ലോർഡ്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായം 54 വാക്യം വായിക്കാം. അവർ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി പത്രോസും അകലം വിട്ട് പിരിച്ചെന്നു. യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിനു വേണ്ടി മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ പിടിച്ച് ഹല്ലേലൂയ മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോവുകയാണ്. പത്രോസ് യേശുവിനോടുള്ള അകലം വിട്ട് പിൻചെല്ലുകയാണ്. യേശു കർത്താവ് എവിടെ പോകുമ്പോഴും കൊണ്ടുപോകുന്ന 3 ശിഷ്യന്മാരാണ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഈ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്ന ശിഷ്യന്മാരെ എപ്പോഴും ദൈവം കൂടെ കൊണ്ടുകൂടെ നടക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം കണ്ടതാണ് പത്രോസ്, പൗലോസ്, യോഹന്നാൻ എന്ന പത്രോസ്, പൗലോസ്, പത്രോസ്, പൗലോസ്, യോഹന്നാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം കണ്ടവരാണ്. എപ്പോഴും പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയുമാണ് ഇന്നർ സർക്കിളിൽ യേശു ക്രിസ്തു കൊണ്ടു നടന്നിട്ടുള്ള ശിഷ്യന്മാർ. അന്ന് യേശു ക്രിസ്തുവിന് ഒരു അപകടസ്ഥിതി വന്നപ്പോൾ, ക്രൂശിക്കുവാനായി കൊണ്ടുപോയപ്പോൾ അവനെ നിന്ന് അകലം പറ്റി പിൻചൊല്ലുന്നതാണ് നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷത്തില് നമ്മൾ കാണുന്നു പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവരെയും കൂട്ടിക്കൊണ്ട് യേശു ഒരു മലയിലേക്ക് പോയി. ആ മലയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ രൂപം മാറുന്നത് പത്രോസ് കാണുകയാണ്. മോശയും ഏലിയാവും യേശുവിന് പ്രത്യക്ഷപ്പെടുന്നത് പത്രോസ് കാണുകയാണ്. അപ്പോൾ പത്രോസ് പറയുകയാണ്, കർത്താവേ, ഞാൻ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഹല്ലേലൂയ, ഒന്ന് ഏലിയാവിന്. ആ ദൈവത്തിന്റെ മഹത്വം, തേജോമയനായ ദൈവത്തെ കണ്ട പത്രോസ്, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്നത് കണ്ട പത്രോസ്, മരിച്ച ലാസറെ ഉയർപ്പിക്കുന്നത് കണ്ട പത്രോസ്, ആ പത്രോസ് ദൈവത്തിന്റെ യേശു ക്രിസ്തുവിന് ഒരു പ്രതിസന്ധി വന്നപ്പോൾ യേശു ക്രിസ്തുവിൽ നിന്ന് അകന്നു മാറുന്ന ഒരു പത്രോസിനെയാണ് നാം കാണുന്നത്. പത്രോസ് പറയുകയാണ്, പത്രോസിനോട് യേശു ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറയുകയാണ്, നീ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, ജഡരക്തങ്ങളല്ല നിനക്ക് ഇത് കാണിച്ചു തന്നത്, എന്റെ സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് കാണിച്ചു തന്നത്. ആ ദൈവത്തിന്റെ മഹത്വം കണ്ടവൻ, ദൈവത്തിന്റെ ആത്മീയ ചൈതന്യം കണ്ടവൻ, ദൈവത്തെ നന്നായി അറിഞ്ഞ പത്രോസ് യേശു ക്രിസ്തുവിന് ഈ ഒറ്റ വാക്കിനാൽ പ്രപഞ്ചത്തെ ഉളവാക്കിയ അത്ഭുതനാഥനായ യേശു കർത്താവിന് ഒരു പ്രതിസന്ധി വന്നപ്പോൾ യേശു കർത്താവിൽ നിന്ന് അകലം വിട്ട് പിന്തുടർന്ന ഒരു പത്രോസിനെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെയൊക്കെ ജീവിതയാത്രയില് ഹല്ലേലൂയ, ഇന്നലെ നമ്മൾ യേശുവിനെ അറിഞ്ഞതുപോലെയല്ല ഇന്ന് നമ്മൾ യേശുവിനെ അറിയുന്നത്. ഓരോ ദിവസവും നമ്മൾ യേശുവിനെ കൂടുതലായി അറിയുകയാണ്. ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമ്മൾ കൂടുതലായി അറിയുകയാണ്. പത്രോസിന്റെ ജീവിതയാത്രയിൽ പത്രോസ് ഇന്ന് അറിഞ്ഞതുപോലെയല്ല നാളെ യേശുവിനെ അറിഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തികളിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് പത്രോസിനെ ഹല്ലേലൂയ, അവന്റെ ധൈര്യവും അവന്റെ വിശ്വാസവും എല്ലാം നമുക്ക് കാണാം. ഹല്ലേലൂയ. നമുക്ക് പത്രോസിന്റെ ഈ 22 അധ്യായം 33 വാക്യത്തിൽ തന്നെ നമുക്കൊന്ന് വായിക്കാം. കർത്താവേ, പത്രോസ് പറയുകയാണ്, കർത്താവേ, ഞാൻ നിന്നോട് തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയുകയാണ്. പത്രോസ് പറയുകയാണ്, ഞാൻ നിന്നോടുകൂടെ തടവിലാവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പത്രോസ് പറയുകയാണ്. ദൈവമക്കളെ, നമ്മൾ ഒരിക്കലും അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞത് യേശുവിന് ഇഷ്ടമായില്ല. എങ്ങനെയാണ് പത്രോസ് പറയേണ്ടത്? ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എനിക്ക് ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ കർത്താവേ, നിന്നോടുകൂടെ തടവിലാവാൻ മരിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. എനിക്ക് ദൈവത്തിന്റെ കൃപ, നീ എനിക്ക് കൃപ പകർന്നാൽ ഞാൻ നിന്നോടുകൂടെ തടവിലാവാൻ ഞാൻ സന്നദ്ധനാണ്. നിന്റെ കൃപ എനിക്ക് പകർന്നാൽ ഞാൻ നിന്നോടുകൂടെ മരിക്കുവാൻ ഞാൻ സന്നദ്ധനാണ് എന്നാണ് പത്രോസ് പറയേണ്ടത്. ഇവിടെ പത്രോസ് പറയുകയാണ്, ഞാൻ നിന്നോട് മരിക്കാനും തടവിലാവാനും സന്നദ്ധനായിരിക്കുക എന്ന് പറയുകയാണ്. അതിന് യേശു പറയുകയാണ്, ഹല്ലേലൂയ, പത്രോസേ, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളി പറയുന്നു. ഇന്ന് കോഴി കൂകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അങ്ങനെ പറഞ്ഞതുകൊണ്ട്
യേശു കർത്താവ് പത്രോസിനെ മനസ്സിലാക്കി, അവന്റെ ഹൃദയത്തെ തൂക്കി നോക്കി. ഹല്ലേലൂയ. തന്റെ ജീവിതം, തന്റെ ജീവൻ അപകടത്തിലാവും എന്ന ഒരു അവസ്ഥ വന്നപ്പോൾ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നതാണ് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഹല്ലേലൂയ, അക്കാലത്തെ ഹെരോദോ രാജാവ് ചിലരെ പീഡിപ്പിക്കുവാൻ വേണ്ടി കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. യഹൂദന്മാർക്ക് അത് പ്രസാദമായി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് പത്രോസിനെയും പിടിച്ച് കൊല്ലുവാനായി കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുകയാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു അന്ന്. പിടിച്ചു പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. 2 പടയാളികളുടെ നടുവിൽ കൈകളാൽ ബന്ധിക്കപ്പെട്ട് ഉറങ്ങുകയായിരുന്നു. നല്ല ഉറക്കമാണ് പത്രോസ്. എന്താണ് പത്രോസ് അങ്ങനെ ഉറങ്ങുന്നത്? നാളെ അവന്റെ തല ഛേദിക്കപ്പെടുമെന്ന് ഈ കാലത്തെ പോലെ അല്ല. ആ കാലത്ത് രാജാവിന്റെ ഒരു കൽപ്പന ഉണ്ടെങ്കിൽ ആ കൽപ്പനയ്ക്ക് മാറ്റം വരുത്തുവാനായിട്ട് ആർക്കും കഴിയില്ല. അങ്ങനെ രാജാവിന്റെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ഹല്ലേലൂയ, ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ട് പത്രോസ് 2 കാവൽക്കാരുടെ നടുവിൽ കൈകളാൽ ബന്ധിക്കപ്പെട്ട് അവൻ കിടന്ന് നല്ല ഉറക്കമാണ്. അവന് മനസ്സിൽ ഒരു ടെൻഷനുമില്ല. എന്താണ് പത്രോസിന് ഒരു ടെൻഷൻ ഇല്ലാതെ ഇരിക്കുവാനുള്ള കാരണം എന്താണ്? ഇപ്പോൾ പത്രോസ് മുമ്പിലത്തെ പോലെ അല്ല. ഇപ്പോൾ പത്രോസ് യേശുവിനെ കുറച്ചും കൂടി അറിഞ്ഞു. യേശു ആരാണെന്ന് പത്രോസ് കുറച്ചും കൂടി അറിഞ്ഞു. ഹല്ലേലൂയ. അവന്റെ വിശ്വാസം വർദ്ധിച്ചു. മുമ്പെടുത്തെ പോലെയല്ല. ആ സ്ത്രീകളുടെ മുമ്പിൽ 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് അല്ല. യേശുവിനെ അറിയില്ല എന്ന് പറഞ്ഞ പത്രോസ് അല്ല. ഇപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വന്നപ്പോൾ അവന്റെ വിശ്വാസം കൂടി. അവൻ യേശുവിലേക്ക് കൂടുതൽ അടുത്തു. ഇന്നലെ പത്രോസ് യേശുവിനെ അറിഞ്ഞതുപോലെയല്ല ഇന്ന് പത്രോസ് അറിയുന്നത്. എന്താണ് അറിയാൻ കാരണം? യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 18-ാം വാക്യത്തിൽ യേശു കർത്താവ് പത്രോസിനോട് ഒരു വാഗ്ദത്തം പറഞ്ഞു. എന്താണ് വാഗ്ദത്തം? നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളടത്ത് നടന്നു. വയസ്സായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അത് യേശുവിന്റെ വാഗ്ദത്തമാണ്. യേശു പറയുകയാണ്, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നീ നടന്നു. നീ വയസ്സായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്തൻ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പത്രോസ്, ഹല്ലേലൂയ, പത്രോസ് പ്രായമായ ശേഷമേ മരിക്കുകയുള്ളൂ എന്ന് ദൈവം യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞിട്ടുണ്ട്, വാമൊഴിയായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പത്രോസ് വിശ്വസിക്കുകയാണ്. ഈ അഖിലാണ്ടത്തെ ഉളവാക്കിയ സർവശക്തനായ ദൈവം എന്നോട് പറഞ്ഞു, നീ പ്രായമായിട്ടേ മരിക്കുകയുള്ളൂ എന്ന്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഒരു ശക്തിക്കോ ഇനി എന്നെ കൊല്ലുവാനായിട്ട് സാധിക്കില്ല. ഹല്ലേലൂയ. ഞാൻ പ്രായമാവുന്നതിന് മുമ്പ് എന്നെ കൊല്ലുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. ഒറ്റ വാക്കിനാൽ പ്രപഞ്ചത്തെ ഉളവാക്കിയ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭുവായ എന്റെ ദൈവം എന്നോട് അരുളി ചെയ്തു. അതുകൊണ്ടാണ് ഹെരോദ രാജാവേ, നിന്റെ കൽപ്പന എനിക്ക് പ്രയാസമല്ല, എനിക്ക് വിഷയമല്ല, അതിനെ ഞാൻ കാര്യമാക്കുന്നില്ല. നീ എന്റെ തല വെട്ടുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ അത് നടക്കുകയില്ല. കാരണം നിന്റെയും കൂടി അധിപതിയാണ് എന്റെ ദൈവം. എന്റെ ദൈവം നിന്റെ അധിപതിയാണ്. എന്റെ ദൈവത്തിന്റെ വാക്കിന് മാറ്റമില്ല. മനുഷ്യൻ വാക്കുമാറ്റും, ഇസ്രായേലിന്റെ പരിശുദ്ധനോ വാക്കുമാറ്റുകയില്ല. അവൻ പറഞ്ഞത് അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഹെരോദ് രാജാവേ, നീ പറഞ്ഞു, നീ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞുവെങ്കിലും ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അതാണ് ധൈര്യമായിട്ട് പത്രോസ് അവിടെ കിടന്ന് ഉറങ്ങുവാനുള്ള കാരണം. ആ പത്രോസിന്റെ ജീവിതയാത്രയിൽ പത്രോസ് ദൈവത്തെ ഇന്നലെ അറിഞ്ഞതിനേക്കായി കൂടുതൽ ഇന്ന് പത്രോസ് ദൈവത്തെ അറിഞ്ഞു. ഹല്ലേലൂയ. പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 2-ാം അധ്യായം 41-ാം വാക്യത്തിൽ അവന്റെ വാക്ക് കൈക്കൊണ്ട് സ്നാനമേറ്റ് അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേരാണ്
പത്രോസ് യേശുവിനോട് ചേരുന്നത്. പത്രോസ് പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവവും കർത്താവും ക്രിസ്തുവുമാക്കി വെച്ച് എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ ക്രൂശിച്ച പരീശന്മാരെ നോക്കി പറയുകയാണ്, ഒരു സ്ത്രീയുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ, ഞാൻ അറിയയില്ല എന്ന് യേശുവിനെ തള്ളിപ്പറഞ്ഞ, മുൻകാലങ്ങളിൽ തള്ളിപ്പറഞ്ഞ ആ പത്രോസ്, നുണ പറഞ്ഞ പത്രോസ് ഇപ്പോൾ എത്ര ധൈര്യത്തോടെയാണ് യഹൂദന്മാരുടെ മുമ്പിൽ പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ച ആ യേശുവിനെ, ഹല്ലേലൂയ, അവനെ മരണപാശങ്ങൾക്ക് അവനെ തടഞ്ഞു വെക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ദൈവം അവനെ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നു എന്ന് അവൻ പറയുകയാണ്. അതുകൊണ്ട് അവന്റെ ഒറ്റ പ്രസംഗത്തില് എത്ര പേരാണ്? 3000-ഓളം പേര് അവന്റെ ആ ഒറ്റ പ്രസംഗത്തിൽ സ്നാനമേക്കുകയാണ്. ദൈവമക്കളെ, നമുക്ക് പഴയ നിയമത്തില് യോനയുടെ ഒറ്റ പ്രസംഗത്തിൽ 1,20,000-ൽ ചില്ലാനം പേർ മാനസാന്തരപ്പെട്ടു. നിനവേയിൽ നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നു. പുതിയ നിയമത്തില് അപ്പോസ്തലനായ പത്രോസ്, ഹല്ലേലൂയ, അവൻ ദൈവത്തെ യേശുവിനെ കൂടുതൽ അറിഞ്ഞപ്പോൾ അവന്റെ ഒറ്റ പ്രസംഗത്തിൽ, ഹല്ലേലൂയ, അവന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേരാണ് സ്നാനപ്പെട്ടത്. അവൻ ശിമോനെ ശിമോനെ ശിമോനെ, ഹല്ലേലൂയ, നിന്നെ ഗോതമ്പ് പോലെ പാറ്റുന്നതിനു വേണ്ടി സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു. ഹല്ലേലൂയ, നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കുവാനായി ഞാനത് കൊടുത്തില്ല. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് പത്രോസിന്റെ വിശ്വാസം അത്രമേ ഉള്ളൂ. പത്രോസിനെ നന്നായി അറിയുന്ന ദൈവം, ഹല്ലേലൂയ, ആ പത്രോസ്, ഹല്ലേലൂയ, ദൈവത്തോട് കൂടുതൽ അടുത്ത് അവനെ ദൈവത്തിന്റെ മാറോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ അവന്റെ മുമ്പിൽ സഫീറയും അനനിയാസും ഒരു വ്യാജം പറഞ്ഞപ്പോൾ, ഇത്രയ്ക്കോ സ്ഥലം വിറ്റത് എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും മരിച്ചു വീണു. ആ പത്രോസിന് മുമ്പിൽ നുണ പറയുവാൻ കഴിയാതെ വന്നു. പത്രോസിനെ നിഴലടിച്ചാൽ രോഗികൾ സൗഖ്യമാകുന്നു. എന്ത് പത്രോസിന്റെ ഉള്ളിൽ ദൈവമാണ് വാസം ചെയ്യുന്നത്. പത്രോസ് ഇന്നലെ യേശുവിനെ അറിഞ്ഞതുപോലെയല്ല, ഇന്ന് പത്രോസ് യേശുവിനെ അറിയുന്നത് കൂടുതലായി ഓരോ ദിവസവും ചിലതോറും കൂടുതലായി പത്രോസ് ദൈവത്തെ അറിയുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ഇന്നലെ അറിഞ്ഞതുപോലെയല്ല, നാളെ ദൈവത്തെ അറിയുന്നത് കൂടുതലായി നാം ദൈവത്തെ അറിഞ്ഞ് അവരോട് പറ്റിച്ചേർന്ന് നാം ജീവിക്കണമെന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അതാണ് ലൂക്കോസിന്റെ 22-ാം അധ്യായം 54-ാം വാക്യത്തിൽ, അവർ അവനെ പിടിച്ച മഹാപുരോഹിതൻ വീട്ടിൽ കൊണ്ടുചെന്ന് പത്രോസ് അകലം വിട്ട് പിരിച്ചുന്നു. പത്രോസ് അകലം വിട്ട് പിരിഞ്ഞുന്ന പത്രോസ് ജീവനെ പേടിച്ചാണ് യേശുവിൽ നിന്ന് അകലം വിട്ട് പിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തിയിലേക്ക് വന്നപ്പോൾ അവൻ യേശുവിനെ അമിതമായി സ്നേഹിച്ചു. ഹല്ലേലൂയ. ലോകത്തിലെ ഒരു ശക്തിയോ ഒരു അധികാര സ്ഥാനങ്ങളെയോ അവൻ ഭയപ്പെട്ടില്ല. അവൻ ഒരു ഭയമേ ഉള്ളൂ, യേശുവിനെ ഭയപ്പെട്ടു. യേശുവിനോട് ചേർന്ന്, യേശുവിനോട് മാറിൽ ചേർന്ന് അവൻ ജീവിച്ചു. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ യേശുവിനോട് ചേർന്ന് ജീവിക്കുവാൻ ദൈവം നമ്മെ ശക്തനാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.